CPM എറണാകുളം ജില്ലാ സെക്രട്ടറിയായി CN മോഹനൻ തുടരും. മൂന്നാം തവണയാണ് CN മോഹനൻ ജില്ലാ സെക്രട്ടറിയാകുന്നത്. 2018 മുതൽ ചുമതലയിലുണ്ട്. ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, വിവരങ്ങൾ. അതിനാ തീർച്ചയായും ജില്ലാ സമ്മേളനം ഇപ്പോൾ പൊതു സമ്മേളനം പൂർത്തിയാക്കുമ്പോൾ CN മോഹനൻ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂന്നാം തവണയാണ് CN മോഹനെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. നമുക്കറിയാം 2018 ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. രാജീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് CN മോഹനൻ ആദ്യഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ സമ്മേളന കാലത്ത് വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സമ്മേളന കാലത്തും അത് ഏതായാലും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം ഇപ്പോൾ സ്റ്റേജിലുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ സ്റ്റേജിലുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ നേതൃത്വം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. 10 പേരെയാണ് ഈ സമ്മേളന കാലയളവിൽ ഒഴിവാക്കപ്പെട്ടുള്ളത്. അത് പ്രായാധിക്യം മൂലമാണ് ഈ 10 പേരെയും ഒഴിവാക്കിയിട്ടുള്ളത്. 11 പുതുമുഖങ്ങൾ ഈ സമ്മേളന കാലയളവിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 46 അംഗ കമ്മിറ്റിയിൽ 11 പുതുമുഖങ്ങളുണ്ട്, 6 വനിതകളുണ്ട്. പുഷ്പദാസ്, PS ശൈല, K. തുളസി, TV അനിത, NC ഉഷാകുമാരി, ഷിജി ശിവജി എന്നിവരാണ് വനിതാ അംഗങ്ങളായുള്ളത്. എന്തായാലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ട CN മോഹൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി മറ്റേതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളൊന്നുമില്ലാതെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് CN മോഹന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും അദ്ദേഹം വാർത്താ സമ്മേളനം ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം തന്നെ അതിലേക്ക് പോകാം. ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയങ്ങളടക്കം ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിമർശനങ്ങൾ പൊതുവെ CPMന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വരാറുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിൽ തിരുത്തപ്പെടേണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അങ്ങനെ അതോടൊപ്പം നമ്മളറിയാം ഈ കൂത്താട്ടുകുളം അടക്കമുള്ള പ്രശ്നങ്ങളിൽ പാർട്ടി സ്വീകരിച്ച നിലപാട്, അതിനെ പ്രതിനിധികൾ അത്തരത്തിലൊരു നിലപാട് തന്നെ വേണമെന്നൊരു നിലപാടെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പാർട്ടിയുടെ മുന്നണി ഈ കൂത്താട്ടുകുളത്ത് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെതിരെ പാർട്ടി സ്വീകരിച്ച നിലപാട്, അതിനെ അടക്കം പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി CN മോഹൻ ഇപ്പോൾ ഏതായാലും മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് ഏതായാലും അതിലേക്ക് പോകാം.